ശേഷം പിന്നെ ചാണ്ടി ഉമ്മൻ അനാവശ്യമായി ഇടപെടുന്നു എന്നുള്ളത്. അതിൽ പ്രധാനമായിട്ടും ഞാൻ ഈ വലതുഭാഗത്ത് കാണിക്കുന്ന എന്താണ് മുഹമ്മദ് അലി കിനാലൂർ എന്ന് പറയുന്ന കാന്തപുരത്തിൻ്റെ സൈബർ വക്താവായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നല്ല കാര്യബോധമുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം എന്തിനാണ് ഈ ചാണ്ടി ഉമ്മൻ വിഷയത്തിൽ അദ്ദേഹം ഇത്തരത്തിൽ ഇടപെട്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒന്ന്. രണ്ട്, ഇതിൽ അദ്ദേഹം എഴുതിയത് ചാണ്ടി ഉമ്മൻ MLA ഒരു പൊടിക്ക് അടങ്ങണം. താങ്കൾ നിമിഷപ്രിയ കേസിലെടുക്കുന്ന താല്പര്യം മാനുഷികമായി എന്നായിരുന്നു ഞാൻ ഇതുവരെ ധരിച്ചു വച്ചിരുന്നത്. പക്ഷേ അത് രാഷ്ട്രീയ താല്പര്യമാണെന്ന് ഇപ്പോൾ സംശയിക്കേണ്ടി വരുന്നു. പിന്നെ മുഹമ്മദ് അലി കിനാലൂർ സാഹിബ് ഉൾപ്പെടെയുള്ള കാന്തപുരം വിഭാഗം അനുയായികൾ മനസ്സിലാക്കേണ്ട കാര്യം ചാണ്ടി ഉമ്മൻ ആരാണ് എന്നുള്ളതാണ്. അത് അയാൾ ഉമ്മൻചാണ്ടിയുടെ മകനാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ആരാണ് ഉമ്മൻചാണ്ടി? ഫാദർ ടോം ഉഴുന്നാലിനെ ഇവിടെ തിരികെ ഇന്ത്യയിൽ എത്തിക്കാൻ വേണ്ടി വളരെ സജീവമായിട്ട് വളരെ ക്രിയാത്മകമായിട്ട് ഇടപെടുകയും അതിൽ വിജയിക്കുകയും ചെയ്ത ആളാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ മകനാണ് ചാണ്ടി ഉമ്മൻ എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഒരു സംഗതി അതാണ്. രണ്ടാമത്തെ ഒരു വിഷയം, കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലിൻ്റെ മൂല്യം കുറച്ച് കാണിക്കാൻ താങ്കൾ നടത്തുന്ന വില കുറഞ്ഞ നാടകം പരമബോറാണ്. ഈ കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഇടപെടൽ എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ദിനംദിനം ചോദിക്കുന്ന സംഗതിയാണ്. നിങ്ങൾക്കവിടെ ബന്ധങ്ങളുണ്ടാവും, തരീമിൽ ബന്ധങ്ങളുണ്ടാകും. ഞാൻ മുമ്പ് എൻ്റെ മുന്നുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, 13-ാം തീയതി വന്ന വിധി, 14-ാം തീയതി വന്ന അതിൻ്റെ ഓർഡർ ഫോം വെച്ച് 15-ാം തീയതി പത്രസമ്മേളനം നടത്തി നാട്ടുകാരെ പറ്റിച്ച ആളുകളാണ് നിങ്ങൾ. അത് മറയ്ക്കാനാണ് ഒരു ചെറിയ സൂചന കിട്ടിയപ്പോൾ വീണ്ടും റദ്ദാക്കി എന്ന് പറഞ്ഞ കള്ളവാർത്തയും കൊണ്ട് വന്ന് തലാലിൻ്റെ കുടുംബത്തെ പ്രകോപിപ്പിച്ച് വീണ്ടും അവരെ കോടതിയിൽ എത്തിച്ചത് കാന്തപുരം വിഭാഗം മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാന്തപുരം വിഭാഗം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലിന് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങളുടെ ആളുകൾ തന്നെ ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റുകളുണ്ട്. അത് ചാണ്ടി ഉമ്മൻ്റെ പ്രൊഫൈലിൽ തന്നെ കൊടുത്തിരിക്കുന്ന സംഗതിയുണ്ട്. ഇതിനകത്ത് ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, കാന്തപുരം എന്ന് പറയുന്ന പേര് നിമിഷപ്രിയ വിഷയത്തിൽ കേട്ടു തുടങ്ങിയത് 14-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ്. ഞാനൊരു കണക്ക് പറഞ്ഞതാണ്. 14-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് കാന്തപുരം ഇടപെടുന്നു എന്ന വാർത്തകൾ നമ്മളുടെ മീഡിയകൾ ബ്രേക്ക് ചെയ്യുന്നത് നിമിഷപ്രിയ വിഷയത്തിൽ. ചാണ്ടി ഉമ്മൻ എന്നാണ് ഇടപെടുന്നതെന്നറിയാമോ? ചാണ്ടി ഉമ്മൻ ഇടപെടുന്നത് എന്നാണെന്നറിയാമോ? ഈ ആക്ഷേപിക്കുന്നവർ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ. ചാണ്ടി ഉമ്മൻ ഇടപെടുന്നത് ജൂലൈ 9-ാം തീയതി. ഇവിടെ നോക്കിക്കോ, എന്നാണ്? ജൂലൈ 9-ാം തീയതി. കാന്തപുരം സീനിലേ ഇല്ലാത്ത സമയത്ത് നിമിഷപ്രിയ വിഷയത്തിൽ ചാണ്ടി ഉമ്മൻ ഗവർണറെ കണ്ടു. ഇപ്പം ഗവർണറെ കണ്ടത് പിന്നെ എന്താണ്, ക്രിസംഗി വക്കീൽ എന്നൊക്കെയാണ് സാമുവൽ ജെറോമിനെ പറയുന്നത്. അയാൾക്ക് ശരിക്കും യഥാർത്ഥത്തിൽ അയാൾ തമിഴ്നാട്ടുകാരനാണ്, പിന്നെ ഏതാണ്ട് 20 വർഷത്തോളമായി അയാൾ യമനിലാണ്. അപ്പോൾ അയാൾക്ക് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ക്രിസംഗിത്വം എന്താണ് എന്നുള്ളതിനെപ്പറ്റി കൃത്യമായ ധാരണയൊന്നും അയാൾക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ സാമുവൽ ജെറോമിൻ്റെ പ്രൊഫൈലിലുള്ളൊരു സംഗതി കാണിക്കാം, അതൊന്ന് വന്നോട്ടെ. സാമുവൽ ജെറോമിൻ്റെ പ്രൊഫൈലിൽ പോയാൽ ആരാണ് സാമുവൽ ജെറോം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ. സാമുവൽ ജെറോമിൻ്റെ പ്രൊഫൈലിൽ പോയാൽ നിങ്ങൾക്കൊരു സംഗതി കാണാൻ പറ്റും. അതെന്താണെന്നറിയാമോ? 10 വർഷം മുമ്പ് ദ ലാസ്റ്റ് ഫൈറ്റ് ഓഫ് ഓപ്പറേഷൻ റാഹത്ത്. എന്താണ് ഓപ്പറേഷൻ റാഹത്ത്? യമനിൽ ആഭ്യന്തര കലാപം രൂക്ഷമായപ്പോൾ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ റാഹത്ത്. അതിൽ ഈ നിൽക്കുന്ന മനുഷ്യനാണ് ആര്? സാമുവൽ ജെറോം. ഈ നിൽക്കുന്ന മനുഷ്യൻ. ബാക്കി നിൽക്കുന്നതെല്ലാം ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരാണ്.
ഈ ഉദ്യോഗസ്ഥരിൽ പലരും ഇന്ന് യമനിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഇതാണ് അബ്ദുൽ നഹ്യാൻ എന്ന് പറയുന്ന നിമിഷപ്രിയ വിഷയത്തിൽ തലാലിൻ്റെ ഫാമിലിയോട് സംസാരിക്കുന്ന ആൾ. ഇത് പിന്നെ ഇതെല്ലാം പറഞ്ഞു തന്നെ പോവാം. കാരണം ഇത് പിന്നെ പലതും ഈ സാമുൽ ജെറോം ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് തൽക്കാലം ഇത് പൊതുസമൂഹത്തോടെ ഇന്ത്യൻ സർക്കാർ ഉൾപ്പെടെ കേരള സർക്കാർ ഉൾപ്പെടെ ഇത് തൽക്കാലം പൊതുസമൂഹത്തിൽ ചർച്ചയാവാൻ പാടില്ല. നിമിഷപ്രിയയിൽ ഇന്ത്യയിൽ വന്നതിന് ശേഷം മാത്രം, ഏതുപോലെ ഫാദർ ടോം എഴുന്നാലിൻ ഇന്ത്യയിൽ വന്നതിന് ശേഷം മാത്രം മുഴുവൻ ആളുകളും അറിഞ്ഞതുപോലെ നിമിഷപ്രിയ ഇന്ത്യയിൽ വന്നതിന് ശേഷം മാത്രം അതിൻ്റെ പ്രൊസീജിയർ എല്ലാവരും അറിഞ്ഞാൽ മതി എന്നുള്ള ധാരണയിലാണ് കേരള സർക്കാരാണെങ്കിലും. ഇപ്പം പിണറായി വിജയൻ 11-ാം തീയതി കത്തെഴുതുന്നുണ്ട്. കാന്തപുരം പിന്നെ സീനിൽ വരുന്നത് 14-ാം തീയതിയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 11-ാം തീയതി ജൂലൈ 11-ാം തീയതി നരേന്ദ്രമോദിക്ക് കത്തെഴുതുന്നുണ്ട്, ഇതുപോലെ ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞു. ജൂലൈ 9 ആരിടപെടുന്നുണ്ട്? ജൂലൈ 9 കണ്ടോ? ഇതെന്തിനാണ് ഗവർണറെ ഇടപെടുത്തുന്നത്? എന്തിനായിരിക്കും ഈ പറയുന്ന ചാണ്ടി ഉമ്മൻ ഗവർണറെ പോയി കണ്ടത്? എന്തിനായിരിക്കും? അത് ഉമ്മൻചാണ്ടി കാണിച്ചു കൊടുത്തൊരു മാർഗമാണ്. അതായത് ഇതിൻ്റെ അകത്തെ ഒന്നാമത്തെ കേരളത്തിൻ്റെ ഒരാൾ എന്നുള്ള നിലയിൽ പിന്നെ കേരളത്തിൽ നിന്നും ഇതിൻ്റെ അകത്ത് ഔദ്യോഗികമായി ഇടപെടേണ്ട രണ്ടാളുകൾ, ഒന്ന് ഗവർണറും ഒന്ന് മുഖ്യമന്ത്രിയുമാണ്. ഇവരെ രണ്ടാളുകളെയും ചാണ്ടി ഉമ്മൻ പോയി സന്ദർശിച്ചിട്ടുണ്ട്. ഇവരോട് രണ്ടാളുകളോടും സംസാരിച്ചിട്ടുണ്ട്. അവർ രണ്ടാളുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കത്തെഴുതുന്നുണ്ട്. ഗവർണറെ കൊണ്ട് രാഷ്ട്രപതിയിലേക്കും അതേപോലെ മുഖ്യമന്ത്രിയെ കൊണ്ട് പ്രധാനമന്ത്രിയിലേക്കും കത്തെഴുതിപ്പിച്ച് ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ഇടപെടൽ ഉറപ്പുവരുത്തിയ ആളാണ് ചാണ്ടി ഉമ്മൻ. 9-ാം തീയതി കാന്തപുരം സീനിൽ വരുന്നത് 14-ാം തീയതിയാണ്. ഇനി നിങ്ങൾ ചാണ്ടി ഉമ്മൻ ഇനിയിപ്പം കാന്തപുരത്തെ ആരാണ് ഇടപെടുത്തിയത് എന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് നോക്കാം. അത് ചാണ്ടി ഉമ്മൻ്റെ പ്രൊഫൈലിൽ ഷെയർ ചെയ്ത കാര്യമാണ്. ഏത് ദിവസമാണെന്നറിയോ? എൻ്റെ ഓർമ്മയിൽ ജൂലൈ 15 കാന്തപുരം ഇടപെട്ടു എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ചാണ്ടി ഉമ്മൻ്റെ പ്രൊഫൈലാണിത്. ആർക്കും കയറി നോക്കാവുന്നേ ഉള്ളൂ. ഇത് ചാണ്ടി ഉമ്മൻ്റെ പ്രൊഫൈലാണ്. ഇനി ചാണ്ടി ഉമ്മൻ കാന്തപുരം എങ്ങനെയാണ് ഇടപെട്ടത്? കാന്തപുരം ഇടപെട്ടത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ചാണ്ടി ഉമ്മൻ്റെ പ്രൊഫൈൽ. ഇടപെടൽ ആവശ്യപ്പെട്ടത് ചാണ്ടി ഉമ്മൻ. ആരാ പറയുന്നത്? കാന്തപുരം. ഇടപെടൽ ആവശ്യപ്പെട്ടത് ചാണ്ടി ഉമ്മൻ. ദിവസം ഏതാണെന്ന് നോക്കിക്കോണം. ജൂലൈ 16-ാം തീയതി. ജൂലൈ 16-ൻ്റെ വാർത്തയാണ്. ഇടപെടൽ ആവശ്യപ്പെട്ടത് ചാണ്ടി ഉമ്മൻ. ഇനി ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന വ്യക്തി പിന്നെ ഇത് ഈ പറയുന്നത് പോലെ പിന്നെ ഈ വിഷയത്തിൽ ഉള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ്, ഈ രണ്ട് പിന്നെ തരത്തിലുള്ള തെറ്റിദ്ധാരണയുടെ പുറത്താണ് ചാണ്ടി ഉമ്മൻ എന്ത് ചെയ്യുന്നത്? പിന്നെ ഈ വിഷയത്തിൽ കാന്തപുരത്തെ പോയി കാണുന്നത്. അതിൽ ചാണ്ടി ഉമ്മൻ ഒന്നാമതുണ്ടായ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് 13-ാം തീയതി ഇത് സംബന്ധിച്ചുള്ള വിധി വന്നു. 14-ാം തീയതി എന്ത് സംഭവിച്ചിട്ടുണ്ട്? 14-ാം തീയതി അതിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്. ഈ വിഷയം പിന്നെ കൃത്യമായി പിന്നെ എന്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അതേപോലെ സാമുൽ ജെറോം ഉൾപ്പെടെയുള്ള ആളുകൾ നിമിഷ ആക്ഷൻ കൗൺസിലിനെ പോലും അറിയിക്കുന്നില്ല. നിമിഷ ആക്ഷൻ കൗൺസിലിലെ 2 വ്യക്തികൾ മാത്രമാണ് നിമിഷയ്ക്ക് വധശിക്ഷ നീട്ടിവെച്ചു എന്നുള്ള കാര്യം 13-ാം തീയതി നിമിഷ വഴി അറിയുന്നത്. ഓക്കെ, നിമിഷ വഴി 13-ാം തീയതി അറിയുന്നത്. നിമിഷ ജയിലിൽ നിന്നിട്ട് ആരെ വിളിക്കുന്നുണ്ട്? ഇന്ത്യയിലെ അഡ്വക്കേറ്റ് ദീപ ജോസഫിനെ വിളിക്കുന്നുണ്ട്. അത് ദീപ ജോസഫ് ഔദ്യോഗികമായി തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു ചർച്ചയിൽ ആ വിഷയം വിശദമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ആ വീഡിയോ മുമ്പ് എൻ്റെ പ്രൊഫൈലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 13-ാം തീയതി ആ വിഷയത്തിൽ തീരുമാനമായിട്ടുണ്ട്. 14-ാം തീയതി ഈ പറയുന്നത് പോലെ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചാണ്ടി ഉമ്മൻ സംബന്ധിച്ച് ചാണ്ടി ഉമ്മൻ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൻ്റെ പുറത്ത് ചാണ്ടി ഉമ്മനെ ഒരു ഈ പറയുന്നത് പോലെ കാന്തപുരത്തിൻ്റെ PR ഏജൻസി ഇതിലൊരു സാധ്യത, ചാണ്ടി ഉമ്മൻ ഇങ്ങനെ വിശദമായ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഏത് വിഷയത്തിൽ? ഇപ്പം നിമിഷപ്രിയ വിഷയത്തിൽ അത്രയും ഗൗരവമായിട്ട് ചാണ്ടി ഉമ്മൻ പിന്നെ എല്ലായിടത്തും ഏത് വഴി ഉപയോഗിച്ച് അതിലൊരു തീരുമാനം ഉണ്ടാക്കാമെന്നുള്ളൊരു അന്വേഷണത്തിൻ്റെ ഇടയിൽ ചാണ്ടി ഉമ്മനെ ഒരു അപക്വമായ ഒരു പിന്നെ എന്താ പറയുന്നത്, ഈ പറയുന്ന പോലെ കാന്തപുര വിഭാഗവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു കോൺഗ്രസിൻ്റെ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവായ ഒരാൾ ചാണ്ടി ഉമ്മനെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. കാന്തപുരത്തിന് ഇതിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ പറ്റും എന്നുള്ള നിലയിൽ ചാണ്ടി ഉമ്മനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചാണ്ടി ഉമ്മൻ ആ വിഷയം വിശ്വാസത്തിലെടുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇയാളെ പോയി കാണുന്നുണ്ട്, കാന്തപുരത്തെ പോയി കാണുന്നുണ്ട്. അപ്പോൾ കാന്തപുരത്തെ പോയി കാണുമ്പോൾ ഇതിൻ്റെ അകത്ത് അവരെ സംബന്ധിച്ച് അവർ ഈ പറയുന്നത് പോലെ ഓർഗനൈസേഷണലി ഒരു ഫാസിസ്റ്റിക് സ്വഭാവമുള്ള സംഘടനയാണ് കാന്തപുരം വിഭാഗം. അപ്പോൾ ഈ കാന്തപുരം വിഭാഗം പിന്നെ അതിൻ്റെ അകത്ത് അവർക്ക് കൃത്യമായ ഒരു PR ഏജൻസി ഉണ്ട്. അവർ കൃത്യമായ ഫാസിസം പിന്നെ പരിശീലിച്ച് അതിൻ്റെ അകത്ത് സൈബർ ഫാസിസം വളരെ കൃത്യമായി നടപ്പിലാക്കുന്ന ആളുകളാണ് കാന്തപുര വിഭാഗം. അപ്പോൾ അവർക്കതിൻ്റെ അകത്ത് പിന്നെ ഇതിൻ്റെ അകത്ത് അവർക്കൊരു എന്താണ് ഒരു ഐഡിയ തോന്നുകയും ഇതിൻ്റെ അകത്ത് പിന്നെ തരീമുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്. ഇതൊന്നും നമ്മൾ ആദ്യം മുതലേ നിഷേധിക്കുന്ന കാര്യമല്ല. ഉമർ ഹഫീദ് തങ്ങളെ ബന്ധപ്പെട്ടു. അപ്പം ഞാൻ ആദ്യം ഇടുന്ന പോസ്റ്റ് ഉണ്ട്, ഉമർ ഹഫീദ് തങ്ങളുമായിട്ട് കാന്തപുരം ഇടപെട്ടു എന്നുള്ളതിനുള്ള തെളിവെന്താണ്? ഇത് നമ്മൾ ആദ്യമേ ചോദിക്കുന്ന ഒരു സംഗതിയാണ്. അവരത് അന്നും ഇന്നും പറഞ്ഞിട്ടില്ല. ഇന്നേ വരെ കാന്തപുരം വിഭാഗം ചെയ്തിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്, ഇന്നേ വരെ അവിടെ കാന്തപുരം പറഞ്ഞിട്ട് അവിടെ യമനിലൊരു ചർച്ച നടന്നു എന്നുള്ളതിന് തെളിവ് പുറത്തുവിട്ടിട്ടില്ല. അതേ സമയത്ത് നിമിഷ ആക്ഷൻ കൗൺസിലിൻ്റെ കയ്യിൽ തെളിവുണ്ട്, സാമുൽ ജെറോമിൻ്റെ കയ്യിൽ സാമുൽ ജെറോം ഇടപെട്ടതിന് തെളിവുണ്ട്, പിന്നെ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിക്ക് അവരുടെ കയ്യിൽ കൃത്യമായ ഡീറ്റെയിൽസും ഡേറ്റകളുമുണ്ട്, എന്തൊക്കെ ഇടപെടലുകൾ നടത്തിയില്ല എന്നുള്ളത്. ഞാൻ മുമ്പ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിമിഷയുടെ അവിടുത്തെ വക്കീലായ അബ്ദുള്ള അമറിന് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പിന്നെ കൊടുത്തപ്പോൾ $40,000, എന്നിട്ട് കാന്തപുര വിഭാഗത്തിൻ്റെ PR ഏജൻസി പ്രചരിപ്പിച്ചത് $40,000 സാമുൽ ജെറോം അടിച്ചു മാറ്റിയെന്നാണ്. അത് എടുത്ത് ഇവിടെ കൊടുക്കാൻ കുറേ മീഡിയയും. അതേപോലെ ഈ ചാണ്ടി ഉമ്മൻ്റെ വിഷയത്തിൽ ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ടാണ് കാന്തപുരം ഇടപെടുന്നത്. എന്നിട്ട് കാന്തപുരം അതിൻ്റെ അകത്ത് പിന്നെ ട്രിക്ക് കാണിച്ച് ഇവിടുത്തെ പൊതുജനത്തെ പറ്റിക്കുകയായിരുന്നു ചെയ്തത്. കാരണം 14-ാം തീയതി വന്ന ഓർഡർ 15-ാം തീയതി ഞാൻ പറഞ്ഞിട്ട് അവർ ഓർഡർ ഇട്ടു എന്ന് പറഞ്ഞ് കാന്തപുരം ഇവിടെ നാട്ടുകാരെ പറ്റിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഇനി രണ്ടാമത്തെ വിഷയം, ഇപ്പോൾ അബ്ദുൽ ഫത്താഹ് ഇന്നലെ എവിടെ പോയിട്ടുണ്ട്, വീണ്ടും സന്യായിലെ കോർട്ടിൽ പോയിട്ട് പുതിയ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പുതിയ ലെറ്ററിനെ പറ്റിയും നമ്മളുടെ മീഡിയകളിൽ വന്ന വാർത്ത തെറ്റാണ് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഒരു സംഗതി. അതിനകത്ത് ഈ ലെറ്റർ എന്താണെന്ന് അറിയാമോ? ഈ ലെറ്റർ ഈ അബ്ദുൽ ഫത്താഹ് ലെറ്റർ വലുതായിട്ട് കാണുന്നില്ല, ഇതിങ്ങനെ കാണുന്നില്ല വലുതായിട്ട്. അബ്ദുൽ ഫത്താഹ് ഇതിൻ്റെ അകത്ത് പിന്നെ കൊടുത്തിരിക്കുന്നൊരു സംഗതി നിങ്ങൾ ഈ ലെറ്റർ കൃത്യമായിട്ട് വായിച്ചു നോക്കണം. അതായത് നിലവിൽ നിമിഷയുടെ വധശിക്ഷ നീട്ടിവെക്കാൻ ഒപ്പിട്ട പിന്നെ ഒരവകാശി, അതായത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇപ്പം ഇന്ത്യൻ ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് നിയമിച്ച നിമിഷയുടെ പവർ ഓഫ് അറ്റോർണിയായ സാമുൽ ജെറോമും തലാലിൻ്റെ കേസിൻ്റെ പവർ ഓഫ് അറ്റോർണിയായ അബ്ദുൽ ഫത്താഹ് അൽ മഹദിയും അതുപോലെയുള്ള ആളുകളും തമ്മിൽ നടന്ന ദീർഘകാലത്തെ ചർച്ച, ഏതാണ്ട് 2022 മുതൽ നടന്ന ചർച്ച, അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ, അതായത് നിമിഷയുടെ വധശിക്ഷ നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്ത് നടക്കുന്നത്. അവിടെ നിന്ന് ഒരാളെ അവർ കണ്ടെത്തുകയും അയാളെ 13-ാം തീയതി 12-ാം തീയതി അയാളുമായിട്ട് ചർച്ച നടത്തുകയും തലാലിൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള ഒരാൾ, എന്നിട്ട് അയാളെ 13-ാം തീയതി കോർട്ടിൽ ഹാജരാക്കി. അതായത് ശരിയാ കോർട്ടാണ്, ശരിയാ കോർട്ടിന് ഒരു വിധി പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമികമായ മാനദണ്ഡങ്ങൾ അതിൽ പൂർത്തീകരിക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് കൃത്യമായ ഇസ്ലാമിക മാനദണ്ഡങ്ങൾ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ തലാലിൻ്റെ അനന്തരാവകാശികളിൽ ഒരാൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു കോർട്ടിൽ, ഞാൻ മാപ്പ് കൊടുക്കാൻ തയ്യാറാണ്, എങ്കിൽ മാത്രമേ അവിടെ വധശിക്ഷ നീട്ടിവെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അതിൽ ഏതോ ഒരാൾ അവിടെ കൃത്യമായി ഈ വിഷയത്തിൽ കോർട്ടിൽ ഹാജരായി മാപ്പ് കൊടുക്കാൻ തയ്യാറാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും മറ്റുള്ളവരോട് ഒരാൾ മാപ്പ് കൊടുക്കാൻ തയ്യാറായാൽ എന്താണ് ശരിയായ വിധി? മറ്റുള്ള ആളുകൾ ഈ പറയുന്നത് പോലെ പിന്നീട് ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ജയിൽവാസം അനന്തമായിട്ട് നീണ്ടുപോകും എന്നുള്ളതാണ് ശരീഅത്തിൻ്റെ രീതി.
ശരിയ കോർട്ടിൻ്റെയും ശരിയത്തിൻ്റെ രീതിയും അതാണ്. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ ബ്ലഡ് മണി വാങ്ങാൻ തയ്യാറെടുത്തോളം കാലം വധശിക്ഷ നടപ്പിലാകില്ല, മറിച്ച് ഇത് നീണ്ടുപോകും. അപ്പോൾ ഇതിൽ വധശിക്ഷ റദ്ദാക്കാൻ ഏതാണ്ടൊരു സാഹചര്യം. അപ്പം അങ്ങനെയാണ് നിമിഷയുടെ വധശിക്ഷ നീട്ടിവെക്കുന്നത്. അത് 13-ാം തീയതിയാണ്. 14-ാം തീയതി അതിൻ്റെ പ്രിൻ്റ് ഓർഡർ വരുന്നു. ആ ഓർഡറിൻ്റെ പ്രിൻ്റ് വരുന്നു. അത് 15-ാം തീയതിയോട് വെച്ചിട്ടാണ് കാന്തപുരം ഗിമ്മിക്ക് കാണിക്കുന്നത്. ഈ വിഷയത്തിൽ ഏതാണ്ട് ജൂലൈ 1 മുതൽ ഇടപെടുന്ന ഒരാളാണ്. ജൂലൈ അല്ല, ജൂൺ മുതലേ ഈ വിഷയത്തിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ചാണ്ടി ഉമ്മൻ. അപ്പം ചാണ്ടി ഉമ്മൻ ഈ വിഷയത്തിൻ്റെ ആ ഒരു ചർച്ചയുടെ ഗതിയും അതിൻ്റെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണറെ കണ്ടു. അപ്പോൾ വീണ്ടും ഗവർണറെ കണ്ടത് എന്തിനാണെന്ന് ചോദിക്കുന്നത്. അപ്പം അതിനകത്ത് ഗവർണറെ കണ്ടതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്. ഗവർണറെ കണ്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ടോം ഉഴുന്നാലിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന പ്രോസസ്സ് എന്താണ് എന്നും കൂടി പഠിക്കണം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഇതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ടോം ഉഴുന്നാലിൽ ഇന്ത്യയിലെത്തുന്നതും. അന്ന് ഉമ്മൻചാണ്ടിയെ മുഖ്യാതിഥിയാക്കിക്കൊണ്ട് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ വലിയൊരു സ്വീകരണം ടോം ഉഴുന്നാലിനെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പഴയ വാർത്തകൾ നോക്കിയാൽ മനസ്സിലാകും. ഇപ്പോൾ ടോം ഉഴുന്നാലിനെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്നത്? ടോം ഉഴുന്നാലിനെ രക്ഷപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഗവർണറെ കൊണ്ട് കത്തെഴുതിപ്പിക്കുകയാണ്. ആർക്ക്? ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിന്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും വിദേശകാര്യ വകുപ്പിനും ഗവർണർ വഴി കത്തെഴുതുന്നു, പിന്നെ രാഷ്ട്രപതിക്കും കത്തെഴുതുന്നു. അങ്ങനെ ഈ 3 വിഭാഗത്തെ ഇടപെടിച്ചുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് എന്താണ് ഉമ്മൻചാണ്ടി അതിൽ ആവശ്യപ്പെടുന്നത്? വത്തിക്കാനെ ഇടപെടിച്ച്, അതായത് ഒരു ഫാദറാണല്ലോ, അപ്പം പിന്നെ ഒരു പിതാവാണല്ലോ, പിന്നെ അദ്ദേഹം ഒരു പുരോഹിതനായതുകൊണ്ട് വത്തിക്കാനെ കൊണ്ട് ഇടപെടിക്കണം. അപ്പോൾ വത്തിക്കാനെ കൊണ്ട് ഇടപെടിക്കാൻ ആവശ്യമായ നടപടികൾ ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്യണമെന്നാണ് ഉമ്മൻചാണ്ടി എന്ത് ചെയ്യുന്നത്? ടോം ഉഴുന്നാലിൻ്റെ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ടോം ഉഴുന്നാലിൻ്റെ വിഷയത്തിൽ ഉമ്മൻചാണ്ടി വഴി ഇന്ത്യൻ ഗവൺമെൻറ് ഇടപെടുകയാണ്. ഇന്ത്യൻ ഗവൺമെൻറ് ആരോടാണ് ഇടപെടുന്നത്? വത്തിക്കാനോടാണ് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടണമെന്ന്. അങ്ങനെ വത്തിക്കാൻ ഈ വിഷയത്തിൽ ചർച്ച നടത്തുന്നു ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ആവശ്യപ്രകാരം. വത്തിക്കാൻ ഈ വിഷയത്തിൽ ചർച്ച നടത്തിയതിന് ശേഷം വത്തിക്കാൻ ഒമാൻ ഗവൺമെൻറ്റിനെ ബന്ധപ്പെടുന്നു. ഒമാൻ ഗവൺമെൻറ്റിനെ ബന്ധപ്പെട്ട്, എനിക്ക് തോന്നുന്നു അന്ന് സുൽത്താൻ കാബൂസാന്ന് തോന്നുന്നു, ഒമാൻ ഗവൺമെൻറ്റിനെ നേരിട്ട് ഈ വിഷയത്തിൽ അവിടെയുള്ള അന്ന് ടോം ഉഴുന്നാലിനെ അബ്ഡക്റ്റ് ചെയ്ത പിടിച്ചുകൊണ്ടുപോയ ആളുകളുമായിട്ട് ഒമാൻ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക പ്രതിനിധികൾ സംസാരിക്കുന്നു. എന്നിട്ട് അവരുമായിട്ട് ഒരു കരാറിലെത്തുന്നു. ടോം ഉഴുന്നാലിനെ നേരെ ഒമാനിലെത്തിക്കുന്നു, അവിടെ നിന്ന് ഇന്ത്യയിലെത്തിക്കുന്നു. ഇതാണ് ടോം ഉഴുന്നാലിൻ്റെ വിഷയത്തിൽ നടന്നത്. അതിനാണ് കാന്തപുരം വിഭാഗം ഈ പറയുന്ന ചരിത്രമോ ഇതിൻ്റെ പശ്ചാത്തലമോ ഇത് എങ്ങനെയാണ് ഇത് നടത്തേണ്ടത് ഒന്നും അറിയാത്ത കാന്തപുരം വിഭാഗത്തിന് ആകെ അറിയാവുന്നത്, കാന്തപുരം അവിടെ നിന്നിട്ട് ഫോണിൽ നേരെ ഉമർ ഹഫീലിനെ വിളിക്കുന്നു. ഉമർ ഹഫീൽ ഒരു ടാക്സി വിളിച്ച് നേരെ സെനായിൽ പോകുന്നു, അവിടുന്ന് അല്ലെങ്കിൽ ധമറിൽ പോകുന്നു. എന്നിട്ട് ധമറിൽ ഈ പറയുന്നത് പോലെ ഇവരുമായിട്ട് ചർച്ച ചെയ്യുന്നു. ഇത് നിസ്സാര സംഗതിയാണെന്നാണ് വിചാരിക്കുന്നത്. ഇതൊരു രാജ്യത്തിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അത്രയും ഗൗരവമായിട്ട് ഇടപെടൊരു സംഗതിയാണ്. ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്നത് ഒരു MLA ആണ്. അപ്പോൾ അയാളെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ മകനാണ്. അപ്പോൾ അയാൾക്ക് ഇതിൽ കൃത്യമായ ബോധ്യമുള്ള ആളാണ്. ഇതിലെന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെ പോകണം, ആരെ ഇടപെടിയിക്കണം, ഇത് കൃത്യമായി ബോധ്യമുള്ള ആളാണ് ആര്? ചാണ്ടി ഉമ്മൻ. എന്നിട്ട് ഇപ്പോൾ ചാണ്ടി ഉമ്മനെ ആക്ഷേപിക്കാൻ നടക്കുകയാണ്. മുമ്പ് ഇതേ ആക്ഷേപമാണ് സാമുവൽ ജെറോമിനെതിരെ, അഡ്വക്കേറ്റ് ദീപ ജോസഫിനെതിരെ, ബാബു ജോൺ സാറിനെതിരെ ഒക്കെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ മീഡിയ ഞാൻ ഈ കാണിക്കുന്ന ഈ പേപ്പർ ഉണ്ടല്ലോ, ഈ തലാൽ ഇപ്പോൾ 2ാമത് കൊടുത്തത്, ഇതിൻ്റെ അകത്ത് അവരുടെ മുഴുവൻ അവകാശികളും കൂടിയിട്ട് ഉള്ള ഒപ്പിടുകയാണ്. ഇതിൻ്റെ അകത്ത് താഴെ ഒപ്പിടുമ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട്, ഈ തലാലിൻ്റെ കേസിൻ്റെ വിഷയത്തിൽ അവസാനത്തെ എന്താണ് തീരുമാനം പറയേണ്ട ആൾ ഞാനാണ് എന്ന് കോടതിക്ക് കൊടുത്ത, കോർട്ടിന് കൊടുത്ത, അറ്റോർണി ജനറലിന് കൊടുത്ത കത്തിൽ അയാൾ എഴുതി വയ്ക്കുകയാണ്. ഇനി ഈ പോസ്റ്റ് അബ്ദുൽ ഫത്താഹ് ഷെയർ ചെയ്തൊരു പോസ്റ്റുണ്ട്, നൊഹ്മാൻ അൽ ബാജിറിൻ്റെ ഒരു പോസ്റ്റ്. നിങ്ങൾ ഈ പോസ്റ്റ് എന്താണെന്നറിയോ? ഇദ്ദേഹം ആരാണെന്നറിയോ? അവിടുത്തെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ചെയർമാനാണ്. അദ്ദേഹം ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൻ്റെ അംഗമോ ചെയർമാനോ മറ്റോ ആണ്. അദ്ദേഹം കോർട്ടിനോട് ആവശ്യപ്പെടുകയാണ് ഉടനടി വധശിക്ഷ നടപ്പിലാക്കണമെന്ന്. അപ്പോൾ ഇത്രയും അവിടെ ഒരു ഹീറ്റഡായ ഇഷ്യൂ ആണിത്. യമനെ സംബന്ധിച്ച് ഒരു ഹീറ്റഡായ ഇഷ്യൂ ആണ്. ഈ ഹീറ്റഡായ ഇഷ്യൂവിനുള്ള കാരണം എന്താണെന്നും കൂടി നമ്മളൊന്ന് പഠിക്കണം.
ഈ അബ്ദുൽ ഫത്താഹ് ജൂലൈ 23 ആ ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ജൂലൈ 23 ഒരു പോസ്റ്റ് ഇടുന്നുണ്ട് അബ്ദുൽ ഫത്താഹ്. ജൂലൈ 23 പോസ്റ്റ് എന്താണെന്നറിയാവോ? ജൂലൈ 23, 28, 25, 24, ജൂലൈ 23. ഇതെന്താണെന്നറിയോ? ഇവിടെയാണ് തലാലിനെ ഇതാണ് തലാലിനെ കുഴിച്ചു മൂടിയ ജലസംഭരണി. ഇത് വർഷങ്ങളായിട്ട് പിന്നെ എന്താണ് മുൻപ് ജലസംഭരണിയായിരുന്നു, പിന്നീട് ഇത് വേറെ ഉപേക്ഷിക്കപ്പെട്ട ഒരു ജലസംഭരണിയാണ്. ഇതിലാണ് തലാലിൻ്റെ ബോഡി പിന്നെ എന്താണ് പ്ലാസ്റ്റിക് കവറുകളിലും ബക്കറ്റുകളിലുമൊക്കെയായി നുറുക്കി ഇതിൻ്റെ അകത്താണ് നിമിഷ കുഴിച്ചു മൂടിയത്. ഇതിൻ്റെ മുകളിൽ എന്നിട്ട് സിമൻ്റ് ഇട്ട് മൂടിയിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ ഇരുമ്പ് പിന്നെ വെൽഡ് ചെയ്ത് വെച്ച് അത് ഇതിലെഴുതുന്നുണ്ട്. ഈ പോസ്റ്റിൽ അദ്ദേഹം, നിങ്ങളിതൊന്ന് വായിച്ചു നോക്കണം, അബ്ദുൽ ഫത്താഹ് ഈ പോസ്റ്റിൽ ഇത് വിശദമായിട്ട് എഴുതുന്നുണ്ട്. എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്ന് മുതലാണ് ഇത് സംഭവിച്ചത്, ഇതെല്ലാം അയാൾ എഴുതുന്നുണ്ട്. അപ്പം ഇത്രയും വലിയ ക്രൂരമായ കൊലപാതകം ചെയ്ത ആളാണ് നിമിഷ. പിന്നെ നമ്മളൊരു മാനുഷിക പരിഗണന വെച്ച് ഒരു മനുഷ്യനും വധിക്കപ്പെടാൻ പാടില്ല, ഒരു മനുഷ്യൻ്റെ ജീവനും നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്താണ് നിമിഷപ്രിയ വിഷയത്തിൽ നമ്മൾ ഇടപെടേണ്ടത്. അതിനേക്കാൾ വലിയ മാനുഷിക പരിഗണന പിന്നെ കിട്ടേണ്ട ആളാണ് ആര്? തലാലും തലാലിൻ്റെ മക്കളും. ഇപ്പോൾ തലാലിൻ്റെ മകൻ്റെ ഫോട്ടോ ഇയാൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇയാളുടെ ഫോട്ടോസിൽ നോക്കിയാൽ ഈ തലാലിൻ്റെ അവകാശികളായ മക്കളെ ഇയാളാണ് കൊണ്ടു നടക്കുന്നത്. ഇയാളുടെ ഫോട്ടോസ് നോക്കാം നമുക്കത്, ഞാൻ കാണിച്ചു തരാം. ഇത് തലാലിൻ്റെ മക്കളെ, ഇത് തലാലിൻ്റെ ഖബറാണ്. ഇത് തലാലിൻ്റെ, ഇതൊന്ന്, ഇത് 2 കണ്ടോ? അപ്പോൾ തലാലിൻ്റെ 2 മക്കൾ, തലാലിൻ്റെ കയ്യിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ 2 മക്കൾ, അതിപ്പോൾ അബ്ദുൽ ഫത്താഹിൻ്റെ കൂടെയാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. തലാലിന് മക്കളുണ്ട്, തലാലിൻ്റെ വിധവ പിന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയ ഒരു ഇഷ്യൂവിൻ്റെ അകത്താണ് ചാണ്ടി ഉമ്മനെ പോലെയുള്ള ആൾ എന്ത് ചെയ്യുന്നത്, ഇടപെടുന്നത്. അപ്പോൾ ആ ഇടപെടലിൽ ചാണ്ടി ഉമ്മൻ ഇതിൻ്റെ അകത്ത് അഭ്യാസം കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. ഇനി 25-ാം തീയതി പിന്നെ ഒരു നുണയനായ ഒരുത്തൻ വന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ വധശിക്ഷ റദ്ദാക്കിയെന്ന്. അതെന്തുകൊണ്ടാണ് വധശിക്ഷ റദ്ദാക്കി എന്ന് പൊടുന്നനെ ഈ കാന്തപുരം വിഭാഗത്തിൻ്റെ ആളുകൾ വന്ന് പറഞ്ഞാൽ കാരണം എന്നറിയാമോ? ഈ 23-ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 23-ന് ഈ അബ്ദുൽ ഫത്താഹ് പോസ്റ്റ് ഇടുന്നുണ്ട്. എങ്ങനെയാണ് തലാൽ കൊല്ലപ്പെട്ടത്, നിമിഷ രക്ഷപ്പെട്ടത് എങ്ങനെ, നിമിഷയെ എവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്തത്, ആദ്യത്തെ നിമിഷയെ ഇട്ട അൽബൈദ ജയിലിൽ നിന്ന് നിമിഷയെ പിന്നെ സന്യായിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതിനെ സംബന്ധിച്ച് എല്ലാം ആ 23-ാം തീയതിയിലത്തെ പോസ്റ്റിൽ ഫത്താഹ് എഴുതുന്നുണ്ട്. അപ്പോൾ അവിടെ 23-ാം തീയതി അങ്ങനെ ഒരു സംഭവം എഴുതുന്നത് തന്നെ അയാൾ ഈ വിഷയത്തിൽ പിന്നെ എന്താണ് പിന്നോട്ടില്ല എന്നുള്ള അയാളുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ്. പക്ഷേ അവിടെ ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇന്ത്യൻ ഗവൺമെൻറ്റും ഇന്ത്യയുടെ സർക്കാരിൻ്റെ ഇന്ത്യൻ എംബസിയുടെ അവിടുത്തെ ഇപ്പോൾ നിലവിൽ യമനിലുള്ള അവിടുത്തെ മുൻ ഉദ്യോഗസ്ഥരും സാമുൽ ജെറോമും ബാബു ജോൺ സാറും ഒക്കെ ഇടപെട്ടിട്ട് അവിടെ 16-ാം തീയതിക്ക് ശേഷം ഒരു ചർച്ച, അതിൻ്റെ ഒരു തുടർ ചർച്ച നടത്തുന്നുണ്ടായിരുന്നു. ആ ചർച്ചയിൽ ഒരു കൃത്യമായ ഡെവലപ്മെൻ്റ് ഉണ്ടായി. അങ്ങനെ ഡെവലപ്മെൻ്റ് ഉണ്ടായി എന്ന് കണ്ട ആ മൊമെൻറ്റിൽ നിമിഷ ആക്ഷൻ കമ്മിറ്റി മൂസ മാസ്റ്ററുടെ നേതൃത്വത്തിൽ അവരൊരു യോഗം കൂടി ഓൺലൈനിൽ. എന്നിട്ട് അവരൊരു പ്രസ് റിലീസ് പുറപ്പെടുവിക്കുന്നുണ്ട്. ഈ പ്രസ് റിലീസിൽ ഒന്നാമത് പറയുന്നുണ്ട് എന്താണ്, ആക്ഷൻ കൗൺസിൽ അതിൻ്റെ ജനറൽ കൗൺസിൽ ചർച്ച ചെയ്ത് അംഗീകരിച്ച പ്രസ്താവനയെ മാത്രമേ കൗൺസിലിൻ്റെ പേരിൽ മാധ്യമങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ ഒന്നാമത് പറയുന്നതാണ്, ഈ ഘട്ടത്തിൽ നിമിഷയുടെ മോചനം നടക്കാൻ അതാവശ്യമാണ് എന്നാണ് എഴുതുന്നത്. ജൂലൈ 24, മനസ്സിലായോ? നിമിഷയുടെ മോചനം നടക്കാൻ അതാവശ്യമാണ്. ഇവിടെയാണ് കാന്തപുരത്തിൻ്റെ ടീം ഇറങ്ങി. ഇത് വന്നതോടുകൂടി, ഇങ്ങനൊരു സൂചന വന്നതോടു കൂടിയിട്ടാണ് കാന്തപുരത്തിൻ്റെ ടീം ഇറങ്ങി റദ്ദാക്കി എന്ന് പറഞ്ഞ് മീഡിയയ്ക്ക് വാർത്ത കൊടുക്കുന്നത്. ഇതിൻ്റെ താഴോട്ട് ഇവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നയപരമായ പിന്നെ ഇതുണ്ട്. ഇത് നോക്കിക്കോ, പലരും പൊതുമണ്ഡലത്തിൽ അതിരുകടന്ന് പ്രസ്താവനകൾ ചർച്ചകൾ നടത്തുമ്പോൾ, പ്രത്യേകിച്ചും മൂസ മാസ്റ്റർ, എൻ്റെ പേര് കൂടി എന്ന് പറയുമ്പോൾ ഇത് മൂസ മാസ്റ്ററുടെ കത്താണ്, മൂസ മാസ്റ്ററുടെ പേര് കൂടി പരാമർശിച്ച് വീഡിയോ വന്നപ്പോൾ ചില വിശദീകരണങ്ങൾ നൽകണം എന്ന് തോന്നുന്നു. കൂടാതെ വൈസ് ചെയർമാൻ ദീപ,
മീഡിയ കമ്മിറ്റി അംഗം ബാബു ജോൺ എന്നിവരെ ആക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി എന്ന് പ്രചരിപ്പിക്കുന്നതും സത്യമല്ല. ആക്ഷൻ കൗൺസിലിൻ്റെ ആളായിട്ട് ഒരു അഡ്വക്കേറ്റ് പിന്നെ മീഡിയയിലൊക്കെ വന്നിട്ട് വെറും നുണകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാമുവൽ ജെറോമിനെയും അഡ്വക്കേറ്റ് ദീപ ജോസഫിനെയും ബാബു ജോണിനെയും ഉൾപ്പെടെ. ഈ ബാബു ജോൺ എന്ന് പറയുന്ന ആൾ ടോം ഉഴുന്നാലിൻ്റെ വിഷയത്തിൽ സജീവമായി ഇടപെട്ട് അതിൽ ചർച്ചകൾ വിജയിപ്പിക്കുന്നതിന് പ്രധാനമായ കാരണക്കാരനായ ആളാണ് ഈ ബാബു ജോൺ. അവരെയൊക്കെയാണ് ഇങ്ങനെ അധിക്ഷേപിക്കാൻ നിൽക്കുന്നത്. നിലവിലിപ്പോൾ ചാണ്ടി ഉമ്മനെയൊക്കെ അധിക്ഷേപിക്കുന്നതിൻ്റെ ഇതിൻ്റെ അകത്തൊരു റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് ഓരോരുത്തരെ അധിക്ഷേപിച്ച് മാറ്റി നിർത്താൻ ഇവർ നോക്കുന്നത്. പക്ഷേ ഇതൊന്നും പഴയ കാലമല്ല എന്നുള്ള കാര്യം കാന്തപുരം വിഭാഗം മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അടിസ്ഥാന യാഥാർത്ഥ്യം: ഒന്ന്, തീരെ സ്വതന്ത്രമായതും എന്നാൽ ഇടപെടുന്ന പ്രശ്നം കാരണം പരസ്പരം കണ്ണി ചേർക്കപ്പെട്ടതുമായ 5 യൂണിറ്റുകൾ അല്ലെങ്കിൽ 5 സംവിധാനങ്ങളാണുള്ളത്. ഒന്ന്, എംബസിയും ഇന്ത്യ സർക്കാരും. നിമിഷ ആക്ഷൻ കൗൺസിലിൻ്റെ ഔദ്യോഗിക പത്രക്കുറിപ്പാണ്. 2, ഹൂത്തി ഭരണകൂടം. 3, നിമിഷപ്രിയയുടെ കുടുംബം, അവരുടെ പവർ ഓഫ് അറ്റോർണിയായ സാമുവൽ. ഇതിൽ നിമിഷ ആക്ഷൻ കൗൺസിലിൻ്റെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ വന്ന സാധനം പവർ ഓഫ് അറ്റോർണിയായ പിന്നെ സാമുവൽ. 4, തലാൽ കുടുംബം, അവരുടെ ഗോത്ര സംവിധാനം. അപ്പോൾ ഇവരുമായിട്ടെല്ലാം വളരെ സജീവമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നിമിഷ ആക്ഷൻ കൗൺസിലിൻ്റെ ഈ ഒരു സംവിധാനത്തിൻ്റെ അകത്ത് ഇതിൽ ആരൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്? എംബസിയും ഇന്ത്യൻ സർക്കാരും, ഹൂത്തി ഭരണകൂടം, നിമിഷപ്രിയയുടെ കുടുംബം, അറ്റോർണിയായ സാമുവൽ, തലാൽ കുടുംബം, അവരുടെ ഗോത്ര സംവിധാനം. ഇവർ മാത്രമാണ് നിലവിൽ നിമിഷപ്രിയയുടെ വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അത് റദ്ദാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നീട്ടിവെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിലും ഇവർ മാത്രമായിരുന്നു ഇടപെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നിലവിൽ അത് റദ്ദാക്കി നിമിഷപ്രിയയെ പൂർണ്ണമായിട്ട് അതിൽ നിന്ന് മോചിപ്പിക്കുന്ന വിഷയത്തിലും ഇവർ മാത്രമാണ് ഇടപെടുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നിമിഷപ്രിയയുടെ മോചനം ഈ 4 സംവിധാനം തമ്മിൽ ഏകോപിപ്പിച്ച് മാത്രമേ സാധ്യമാകൂ. വേറെ ആരിടപെട്ടാലും നിമിഷപ്രിയയുടെ മോചനം അത് കൂടുതൽ സങ്കീർണമാകത്തേ ഉള്ളൂ. അതിപ്പോൾ എത്ര വലിയ ഗ്രാൻഡ് മുഫ്തി ഇടപെട്ടാലും ഇവരല്ലാത്ത 5-മതൊരാൾ ഇടപെട്ടാൽ അത് സങ്കീർണമായി സങ്കീർണമാവുക മാത്രമേ ചെയ്യുള്ളൂ. പുറമേ നിന്ന് സഹായിക്കാൻ സ്വയം തയ്യാറായി വന്ന ആക്ഷൻ കൗൺസിൽ, ഇപ്പോൾ മുമ്പോട്ട് വന്ന കാന്തപുരം, ഇതിനു മുമ്പ് ഇടപെടൽ നടത്തിയ യൂസുഫ് അലി സാഹിബ്, ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ച ബോച്ചെ, പിന്നെ മറ്റൊരു പാസ്റ്റർ, അത് മറ്റെല്ലാം KA പോൾ എന്ന് പറഞ്ഞു. എല്ലാം വെളിയിലുള്ളവരാണെന്ന് മാത്രമല്ല, ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിച്ചോ, ഇവരെല്ലാം വെളിയിലുള്ളവരാണെന്ന് മാത്രമല്ല, അവർക്ക് ആദ്യം പറഞ്ഞ 4 സംവിധാനത്തിൻ്റെ സഹകരണം മാറ്റിവെച്ച് ഈ ദൗത്യം പൂർത്തിയാക്കാൻ സാധ്യതയില്ലാത്തവരുമാണ്. അതായത് ഉമർ ഹഫീൽ എന്ന് പറയുന്ന ആൾക്ക് അവിടെ ഒരു സാധ്യതയും ഇല്ല. അതായത് കാന്തപുരത്തിന് അവിടെ ഒരു സാധ്യതയും ഇല്ല. കാന്തപുരം മുമ്പും ഇടപെട്ടിട്ടില്ല, ഇനിയും കാന്തപുരത്തിന് ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കില്ല എന്നുള്ളിടത്താണ് നിമിഷ ആക്ഷൻ കൗൺസിലും ഉള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിമിഷ ആക്ഷൻ കൗൺസിലിൻ്റെ ഔദ്യോഗിക പത്രക്കുറിപ്പാണ്. ഓക്കെ, ഈ പത്രക്കുറിപ്പ് ഇറക്കിയത് ആരാണെന്നും കൂടി ഞാൻ കാണിക്കാം. ഈ പത്രക്കുറിപ്പ് ഇറക്കിയത് മൂസ മാസ്റ്റർ, ആക്ഷൻ കൗൺസിൽ രക്ഷാധികാരി. അദ്ദേഹമാണ് ഈ പത്രക്കുറിപ്പ് ഇറക്കിയത്. അതുകൊണ്ട് ദയവായിട്ട് ഈ വിഷയത്തിൽ ഈ കാന്തപുരം വിഭാഗത്തോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ പിന്നെ കാര്യമറിയാതെ ഈ വിഷയത്തിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നത് നിർത്തുക, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഒക്കെ കേൾപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. ഇതിൻ്റെ അകത്ത് സാമുവൽ ആദ്യം മുതലേ പറയുന്ന കുറേ സംഗതികളുണ്ട്. പിന്നെ കാന്തപുരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മീറ്റിങ്ങും അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് സ്ട്രൈക്ക് വരും എന്നുള്ളതുകൊണ്ട് ഞാനിത് ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മുഹമ്മദ് അലി കിനാലൂരിന് മാന്യതയുണ്ട് എങ്കിൽ ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ കമൻറ്റിൻ്റെ താഴെ തന്നെ നോക്കൂ, 4 വെള്ളിക്കാശിന് വേണ്ടി യേശുവിനെ ഒറ്റിയവന്മാരാണ് ഇവന്മാർ, പിന്നെയാണ് ഇതൊക്കെ എന്ന് നിങ്ങളുടെ അണികൾ താഴെ വന്ന് എഴുതുകയാണ്. ചാണ്ടി ഉമ്മനെ ആക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ എഴുതിയ പോസ്റ്റിന് താഴെ. മാന്യതയുണ്ടെങ്കിൽ മുഹമ്മദ് അലി കിനാലൂർ ഈ പോസ്റ്റ് പിൻവലിക്കണം. അല്ല എങ്കിൽ നിങ്ങൾ എല്ലാവരെയും ആക്ഷേപിക്കുന്നത് പോലെ പിന്നെ തുടരുക എന്ന് മാത്രമേ എനിക്ക് അതിൻ്റെ അകത്ത് പറയാനുള്ളൂ. നിങ്ങൾക്ക് കാന്തപുരം വിഭാഗത്തിന് ഇതിൽ നിമിഷപ്രിയ വധശിക്ഷ റദ്ദാക്കുന്നതുമായിട്ടോ അത് നീട്ടിവെക്കുന്നതുമായിട്ടോ ബന്ധപ്പെട്ട് ഒരു
പിന്നെ പങ്കുമില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പിന്നെ മുമ്പ് നമ്മൾ തെറ്റിദ്ധരിച്ചിരുന്നു കാന്തപുരത്തിന് ഏതോ ഒരു അർത്ഥത്തിൽ ഇതിൻ്റെ അകത്ത് ഇടപെടാനൊക്കെ സാധിക്കുമായിരിക്കും എന്നുള്ളത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് പോലെ ഞാനും തെറ്റിദ്ധരിച്ചിരുന്നു. ഉമർ ഹഫീദിനെ വിളിച്ചാൽ അവിടെ നടക്കും എന്നുള്ളതൊക്കെ. പിന്നെ ഇതിൻ്റെ അകത്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ കാന്തപുര വിഭാഗം ഇവിടെ നടത്തുന്നത് വെറും നുണപ്രചരണം മാത്രമാണ്. അതിന് മുകളിൽ ഒന്നും ഇല്ല എന്നുള്ളത് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാണ് കാന്തപുരത്തിന് നിമിഷപ്രിയയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അണുവിൻ്റെ അത്ര പോലും ഇടപെടൽ നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാന്തപുരം വിഭാഗം കാന്തപുരം പറഞ്ഞിട്ട് യമനിൽ നടത്തിയതിൻ്റെ ഒരു വീഡിയോയോ ഒരു ഫോട്ടോയോ നിങ്ങൾ വിട്. അത് AI ഫോട്ടോയോ AI വീഡിയോയും വിടരുത്. പിന്നെ നിങ്ങളുടെ തട്ടിപ്പ് ഉടായ്പ ഒന്നും കാണിക്കരുത്. ഒറിജിനൽ വീഡിയോ അവിടെ നിങ്ങൾ പറഞ്ഞിട്ട് തലാലിൻ്റെ കുടുംബവുമായിട്ടും തലാലിൻ്റെ ഗോത്രവുമായിട്ടും ഗോത്ര തലവന്മാരുമായിട്ടും നടത്തുന്ന ചർച്ച നടത്തുന്നതിൻ്റെ ഒറ്റ വീഡിയോ ഔദ്യോഗികമായിട്ട് നിങ്ങളൊന്ന് പുറത്തുവിടാൻ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ഈ നുണപ്രചരണം തുടർന്നാൽ അതിൽ പിന്നെയും ഒരു അന്തസ്സുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും.